against a man who doesn't miss. Luka Modric. Normal service has been resumed. The Slovenian scores the goal and makes Kochi. നമ്മളെ ഈ ടീം എന്ത് ശോകമല്ലേ, ശോകം. ഒരു ചെറിയ ടീമിനെതിരെ പോലും ജയിക്കാൻ പറ്റാത്ത ടീമായി മാറിയവ. എടാ, കഴിഞ്ഞ കുറേ സീസണിൽ നമ്മൾ ഇതുപോലെ വിഷമിച്ചിരുന്നു. അന്ന് പല മത്സരങ്ങൾ കൊണ്ടും അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ ഈ ടീം പിന്നീട് ഒരു മത്സരത്തിൽ പരാജയപ്പെടാതെ വിജയിച്ച ഈ ടീം അന്ന് എവിടെയും എത്തില്ല എന്ന് പറഞ്ഞ ഈ ടീമിന് ഇതുപോലെ മാറാൻ പറ്റൂല. ഈ പരാജയത്തിൽ നിന്നൊക്കെ അവർ ഉയർത്തിയെഴുന്നേൽക്കും. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹെവേ മത്സരത്തിനായി ഇറങ്ങുകയാണ്. പ്രതീക്ഷകളില്ലാത്ത ഈ ഒരു സീസണിൽ പ്രതീക്ഷകൾ ഉണ്ടാക്കാം ഈ ഒരു പുതിയൊരു വർഷം ബ്ലാസ്റ്റേഴ്സ് ഒരു ഹെവേ മത്സരത്തിനായി ഇറങ്ങുകയാണ്. എന്തായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടഫ് തന്നെ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിന് എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. എന്തായാലും ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് അത് നിർണായക പോരാട്ടം തന്നെയാണ്. ഇനിയുള്ള ഓരോ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് ഏറെ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാണ് വരുന്നത്. ഈ ഒരു മത്സരം ഇരു ടീമിനും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ഒരു നിർണായക പോരാട്ടം തന്നെയാണ് ഈ ഒരു പോരാട്ടം. പഞ്ചാബ് എഫ് സി ആവട്ടെ ഈ ഒരു സീസണിൽ ഈ ഒരു സമയം 8ാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് 10ാം സ്ഥാനത്താണ് ഈ ഒരു സമയം നിലനിൽക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഞ്ചാബ് എഫ് സിയെ ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടും. എന്തായാലും ഇരു ടീമിനും നിർണായകം തന്നെയാണ് ഈ ഒരു മത്സരം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാം. തുടർ പരാജയങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരം ഇരു ടീമിനും വളരെയധികം ടഫ് തന്നെ ആയിരിക്കും. കാരണം ഇരു ടീമിനും ജയം അനിവാര്യം തന്നെയാണ് പ്ലേ ഓഫിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹെവേ മത്സരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ടഫ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്. ഇനിയുള്ള ഓരോ മത്സരത്തിലും കിടില പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പക്ഷേ പ്ലേ ഓഫിൽ എത്താൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഇതൊരു ഹെവേ മത്സരമായതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രോങ് ആയിരിക്കും ഇരു ടീമും. അതുപോലെ ഈ ഒരു കളിയിൽ പഞ്ചാബിന്റെ ഏറ്റവും മികച്ച പ്ലെയർ ആയ ലുക്ക മാൻ ഈ ഒരു കളിക്ക് ഇറങ്ങില്ല. കാരണം അദ്ദേഹത്തിന്റെ റെഡ് കാർഡിന്റെ സസ്പെൻഷൻ ആണ്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ വിപിൻ മോഹനും അതുപോലെ ജീസസ് ജിമിനസ് ഈ ഒരു മത്സരം കളിക്കാൻ ചാൻസ് കാണുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഇനിയുള്ള ടീം ഇതിലാരെ ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിലും കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സീസണിലെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു എന്ന് വേണം പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ ആര് ജയിക്കും ആര് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും